നമസ്കാരം, ന്യൂമർസ് കാർസിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുന്നത് 2012 രജിസ്ട്രേഷൻ വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഷെവർലയുടെ സ്പാർക്ക് എന്ന് പറഞ്ഞ സ്മോൾ സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണിത്, ഹാച്ച് ബാക്ക് വാഹനമാണിത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്, ബോണറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്ന ഒരു വാഹനമാണിത്. ഫ്രണ്ട് ഹെഡ് ലാംപ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തിയോടുകൂടി സൂക്ഷിച്ചിരിക്കുന്ന, വളരെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന, വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിലൊക്കെ കാർ ആഗ്രഹിക്കുന്നവർക്കും ചെറിയ പെട്രോൾ വാഹനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും സിറ്റി ഡ്രൈവിനൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ടാണ് ഇതിൻ്റെ ന്യൂമർസ് കാർസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫെൻഡറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 95% ടയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ലൈൻസ്, ഷോൾഡർ ലൈൻസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണെന്ന് വേണം പറയാനായിട്ട്. ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ എബോവ് 90% ടയേഴ്സ് ബാക്ക് ടയർ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഡിഫോഗർ ലൈൻസ് വരുന്നുണ്ട്, ഇൻറ്റിഗ്രേറ്റഡ് സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, ഷെവർലയുടെ ലോഗോ തുടങ്ങിയതെല്ലാം വരുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 170 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ പഞ്ചിങ്ങിനോ പേസ്റ്റിങ്ങിനോ ഒന്നും യാതൊരുവിധ ഡാമേജസോ പരിക്കുകളോ ഒന്നും പറ്റാത്ത വളരെ നീറ്റായിട്ടുള്ള വാഹനമാണിത്. അപ്പോൾ നമുക്ക് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ നമുക്ക് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബോഡി ലൈൻസും ഷോൾഡർ ലൈൻസൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. 2012 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർ, വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഷെവർലെ സ്പാർക്കിൻ്റെ ഇൻറ്റീരിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ്. ഇതിൻ്റെ ഡാഷ്ബോർഡ്സ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന അതേ രീതിയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നത്. യാതൊരു അഴുക്കോ ഡാമേജോ പരിക്കുകളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട് വാഹനത്തിന്. അതുപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വന്ന ജെനുവിൻ സീറ്റ്സൊക്കെയാണ്, ഷെവർലയുടെ സീറ്റ്സൊക്കെയാണ്. ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ജെനുവിൻ തന്നെയായിട്ടുള്ള ആക്സസറീസൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. റൂഫൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2012 രജിസ്ട്രേഷൻ ഷെവർലെ സ്പാർക്കിൻ്റെ എഞ്ചിൻ റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്രോൺസ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ മികച്ച ക്വാളിറ്റിയിൽ തന്നെ നിൽക്കുന്ന വാഹനമാണെന്ന് പറയാനായിട്ട്. ഈ വാഹനത്തിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്, 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ തന്നെ 68 PS പവറും 90 Nm ടോർക്കുമാണ് ഈ വാഹനത്തിന് കരുത്ത് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഏറെ സർട്ടിഫൈഡ് മൈലേജ് പറയുന്നത് 22 km/ലിറ്ററാണ്. എന്നിരുന്നാൽ തന്നെ നമുക്കൊരു 18-17 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. പെട്രോൾ വാഹനം ചെറിയ ഹാച്ച് ബാക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക്, തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ ഫ്രണ്ട്ലി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഷെവർലെ സ്പാർക്ക് എന്ന് പറഞ്ഞ വാഹനം. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിലവരത്തിലേക്ക് കിടക്കണം. 2012 രജിസ്ട്രേഷൻ, വെറും 33,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഷെവർലെ സ്പാർക്ക് വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,10,000 രൂപയാണ്. സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത് ന്യൂമർസ് കാർസ് കേരളയിലാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. മറ്റൊരു വാഹനത്തിൻ്റെ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.